നമുക്കിന്നൊരു ഡിന്നർ ഉണ്ടാക്കിയാലോ? സിമ്പിൾ മെനു ആണേ. തന്തൂരി ചിക്കൻ, വെജ് സാലഡ്, പിന്നെ കുറച്ച് ഫ്രൈസും. ചിക്കൻ നല്ല തന്തൂരി മസാലയൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിന്നർ നമുക്ക് കുറച്ച് അധികം ഉണ്ടാക്കാം, നാളെ ലഞ്ചിനും കൂടെ വേണ്ടി. എന്നാൽ നാളെ കുക്ക് ചെയ്യണ്ടല്ലോ. ഞാൻ ന്യൂ ഇയർ തൊട്ട് ചെറിയൊരു ഡയറ്റിലാണേ. വെയിറ്റ് ലോസ് എന്ന് പറയുന്നില്ല, ഫിസിക്കലി ഒന്ന് ഫിറ്റ് ആവുക എന്നുള്ളതാണ് ഉദ്ദേശം. അതിന് ഞാൻ കഴിക്കുന്ന ഓരോ മീലാണ് കേട്ടോ ഇവിടെ ഷെയർ ചെയ്യുന്നത്. എന്നാൽ പിന്നെ നമുക്ക് ചിക്കൻ ഡീഫ്രോസ്റ്റ് ചെയ്ത് തുടങ്ങിയാലോ? ആരാ നമ്മുടെ വീഡിയോയിൽ വന്നിരിക്കുന്നത് നോക്കൂ. യുവിക്ക് ഡിന്നർ കൊടുക്കാനുള്ള സമയമായിട്ടുണ്ടേ. ഇപ്പൊ നമ്മൾ ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ കൊടുത്തു തുടങ്ങി. അധികമൊന്നുമില്ല, ഒരു 2 സ്പൂൺ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ പ്യൂരെ. ഇന്നിനി യുവിനെ ഉറക്കുന്ന ഡ്യൂട്ടി വിഷ്ണുവിനാണ്. പോയിട്ട് തിരിച്ചു വരുമോന്നാവോ, അതോ ഇനി ഒപ്പം കിടന്ന് ഉറങ്ങുമോ? അപ്പൊ നമുക്ക് വീണ്ടും നമ്മുടെ പണി തുടങ്ങിയാലോ? സ്വീറ്റ് പൊട്ടാറ്റോ നന്നായി കഴുകി വൃത്തിയാക്കി നീളത്തിലരിയാം. ഇനി അവൻ ഒന്ന് 220 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത് കുറച്ച് കുരുമുളക് പൊടിയും ഒലീവ് ഓയിലും ചേർത്ത് നമുക്കൊരു 20 മിനിറ്റ് ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കാം. വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കാം കരിഞ്ഞു പോയോന്ന്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് എയർ ഫ്രൈ ചെയ്യാം. ഒരു ലെയർ ഓയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ കിട്ടും. അത് രണ്ടും ആയി വരുമ്പോക്ക് നമുക്കൊരു വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കാം. കക്കരിക്കയുടെ അകത്ത് ഈ ഒരു ഭാഗമില്ലേ, അത് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ സാലഡ് കുറച്ചും കൂടെ വെള്ളം ഒലിക്കാതെ ഫ്രഷ് ആയിരിക്കും. ഇനി ഓരോ വെജിറ്റബിളും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു സാലഡ് ബൗൾ എടുക്കുക. കട്ട് ചെയ്ത് വെച്ച ഉള്ളി, കക്കരിക്ക, ക്യാരറ്റ്, കാബേജ്, കൊറിയാൻഡർ, കുറച്ച് നാരങ്ങ നീരും ഉപ്പും കുരുമുളക് പൊടിയും ഒലിവ് ഓയിലും ചേർത്ത് നന്നായി മിക്സ് ചെയ്താൽ സാലഡ് റെഡി. നമ്മൾ ഈ ബിരിയാണിക്കൊക്കെ കൂട്ടുന്ന ഒരു കച്ചമ്പറില്ലേ, അതിന്റെ ഒക്കെ ഒരു ബന്ധുവായിട്ട് വരും. അങ്ങനെ ചിക്കൻ റെഡി, ഫ്രൈസ് റെഡി, സാലഡും റെഡി. ആദ്യം നമുക്ക് നാളെ ഉച്ചത്തേക്കുള്ള ലഞ്ച് മാറ്റി വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഉണ്ടാവില്ല. വിഷ്ണു യുവിനെ ഉറക്കി വരാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് നമുക്കൊന്ന് പെട്ടെന്ന് കഴിച്ചാലോ? ഈ വിശപ്പ് മനുഷ്യനൊരു സ്വാർത്ഥനാക്കുന്നാണല്ലോ. അപ്പൊ ഇതാട്ടോ നമ്മുടെ ഇന്നത്തെ ഡിന്നർ. നല്ല കളർഫുൾ ആയിട്ടില്ലേ? ആ 4 കൂടെയുള്ള കോമ്പിനേഷൻ അടിപൊളിയായിരുന്നു. പിന്നെ നല്ല ഫില്ലിങ്ങും ആയിരുന്നേ.